നവംബർ 3-ാം തീയതി. നവംബർ 3. അപ്പോൾ ഇത് ഗോതമ്പ് പുട്ട്, ഉരുളക്കിഴങ്ങ് കറി ഞാൻ കുറച്ച് കൂടുതലെടുക്കും, 2 പപ്പടം, ചായ. അപ്പോൾ ഞാൻ ഒരു വർഷം കൂടെ ആയിക്കോട്ടെ. കട്ട പുട്ടായിരുന്നു. ഇപ്പോൾ ഇത്തിരി സോഫ്റ്റ് ഉണ്ട്, ഇല്ലേ ഫുൾ കട്ടപ്പുട്ട്. അപ്പോൾ അത് തിന്നാനേ പറ്റൂല, ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു മിക്കവാറും. നവംബർ 3-ാം തീയതിയാണ്. അപ്പോൾ ഇപ്പോൾ മണി 3:25 ആയിട്ടുണ്ട്. ഓക്കെ, 3:24 ആയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഒരിക്കലൂണാണ്, നാളെ ഷഷ്ടി വ്രതമാണ്, തുടങ്ങുകയാണ് ഒരാഴ്ചത്തെ. അപ്പോൾ ചമ്മന്തിയുണ്ട്, തീയൽ കറിയുണ്ട്, ചോറുണ്ട്, പിന്നെ സോയാബീൻ ഇങ്ങനെ പുരട്ടി പൊരിച്ചതുണ്ട്, അച്ചാർ കടയിൽ നിന്ന് വാങ്ങിയതുണ്ട്. ഞാൻ അതൊന്നും എടുത്തില്ല, സോയാബീൻ എനിക്ക് വലിയ താല്പര്യമില്ല ആ രീതിയിൽ വയ്ക്കണം. അപ്പോൾ ഞാൻ ഇതിപ്പോൾ കഴിക്കാൻ പോവാണ്. അമ്മയ്ക്ക് കുറച്ച് തീയൽ വയ്ക്കാൻ വേണ്ടി സഹായിച്ചു കൊടുത്തു. പിന്നെ തേങ്ങയൊക്കെ ചേട്ടൻ തിരുവി കൊടുത്തു. പിന്നെ പുട്ടിന് ഞാനിപ്പോൾ വൈകിട്ടത്തേക്ക് തേങ്ങ തിരുവി വെച്ചിട്ട് വന്നു. പിന്നെന്താണ്, പിന്നെ പാത്രം കൂടി കുറച്ചുണ്ടായിരുന്നു, അതുകൂടി കഴുകി കൊടുക്കാൻ പറഞ്ഞുകൊണ്ട് ഞാൻ അതും കൂടി കഴുകി കൊടുത്തു. അപ്പോൾ ചോറ് കഴിക്കാൻ പോവുകയാണ്. ആക്ച്വലി ജോലി ചെയ്യാനുള്ള പ്ലാൻ ഇല്ലായിരുന്നു, പിന്നെ അമ്മ പറഞ്ഞതുകൊണ്ട് എനിക്ക് ദേഷ്യവും വന്നു. പക്ഷേ പിന്നെ ഞാൻ ചെയ്തു കൊടുത്തു. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നത് എഡിറ്റ് ചെയ്യാനൊക്കെ ഉള്ളതുകൊണ്ട് ജോലിയില്ലെന്ന്. പിന്നെ അമ്മ പറഞ്ഞ് ചെയ്യണമെന്ന് പറഞ്ഞതുകൊണ്ട് സഹായിക്കുമെന്ന് ചോദിച്ചുകൊണ്ട് പിന്നെ ഞാൻ വിചാരിച്ചു എന്തായാലും കയറിയതല്ലേ, കയറിയ പിന്നെ ഡ്രസ്സൊക്കെ മുഷിയും. അപ്പോൾ പിന്നെ അത് ഇതാവണം, മാറ്റി വേറെ നനയ്ക്കണം. ചെറുതായിട്ട് കയറിയാലും അഴുക്കാവുമല്ലോ. അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു എന്തായാലും കയറിയതല്ലേ, അങ്ങനെ തീയലിനെ സഹായിച്ച് പുട്ടിന് വൈകിട്ടത്തേക്ക് തേങ്ങയും തിരുവി വെച്ചിട്ട് പാത്രവും കഴുകിയിട്ട് വന്നു. അപ്പോൾ ബാക്കി എനിക്കിനി തുണി നനയ്ക്കണം, ഒരു സ്റ്റെപ്പ് നനച്ചത് കൊണ്ട് വിരിക്കണം. 4 മണിയൊക്കെ ആവാറായി, അതുകൊണ്ട് ഇത് പെട്ടെന്ന് കഴിക്കണം. ഇപ്പോൾ പെട്ടെന്ന് ഇത് കഴിക്കും. അമ്മയും ചേച്ചിയും കഴിക്കുന്നുണ്ട്, അവരും വ്രതമാണ്. അമ്മ എല്ലാ വർഷവും എടുക്കും, ഞാൻ ഇടയ്ക്കിടയ്ക്ക് മുടങ്ങി പോവും. ചേച്ചി 9:20 ഒരു 1.5 ഗോതമ്പ് പുട്ടും 1 മോറീസ് പഴവും ഉണ്ട്. കഴിക്കാൻ പോവുകയാണ്. അമ്മ കഴിച്ചു, ചേച്ചി കഴിച്ചുകൊണ്ടിരിക്കുന്നു, ഞാനും കഴിക്കും. വ്രതമാണ് ഇനി. അപ്പോൾ നാളെ തൊട്ട് അപ്പോൾ പുട്ട് കഴിക്കാൻ പോവുകയാണ്. കുറച്ച് നേരം എഡിറ്റ് ചെയ്തുകൊണ്ടിരുന്നു. ഇനിയിപ്പോൾ പുട്ട് കഴിച്ചിട്ട് വീണ്ടും എഡിറ്റ് ചെയ്യുകയോ വീഡിയോസ് കാണുകയൊക്കെ ചെയ്യും. വാഴക്കപ്പത്തിൻ്റെ മാവ് വെച്ചിട്ട് പഴമില്ലാത്ത വാഴക്കപ്പം പോലെ ഉണ്ടാക്കിയെടുത്തത്. പഴം ചീത്തയായിപ്പോയി, അതുകൊണ്ട് പിന്നെ ഇങ്ങനെയാക്കി. വിത്ത് ചായ. മഴയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാമ മഴ, അട്ടിപ്പൊളി മഴ. ഒരു 6 മണിയായിട്ടുണ്ട്. ഡേറ്റ് ഓഗസ്റ്റ് 26 വ്യാഴാഴ്ച. വന്നിട്ട് മറ്റേ ടൈം 6:17. അതും എപ്പോഴും കഴിക്കൂല, ചവയ്ക്കാൻ പല്ലില്ല. പല്ലെല്ലാം നോക്കിയിട്ടിട്ടുണ്ടായിരുന്നു. ചിലപ്പോ ആ മാങ്ങയും കൂടി ഇടുമ്പോ ശരിയാവും. ചുമ്മ എല്ലാം അയ്യാ ചിരിക്കുന്നു. എന്ത് രസത്. ബർത്ത്ഡേക്ക് 2-3 കിലോ കേക്ക്. ഓ വരുത്തണേ വരുത്താം. അന്നത്തോടെ മതിയായി, വെള്ളം വാങ്ങിച്ച് വെറുതെ കളയാ. കേക്കുണ്ടോ? അതെന്തരമ്മ, ഒരു കേക്കെങ്കിലും വാങ്ങ. പൊട്ടിപ്പോയ പിന്നെ എനിക്ക് എന്റെ കുളവും കറി പാട് തൊട്ട് വെച്ചിട്ട് എടുത്ത്
കളക്കിക്കോ. സാനിറ്റൈസ് ചെയ്തോ ഫോണ്? ഞാൻ ഒന്നും ചെയ്തില്ല. അപ്പോൾ കൈ കഴുകിക്കോളണേ. അമ്മ കൊണ്ടുപോയതല്ലേ പുറത്ത്. അടിപൊളി. സോപ്പിട്ട് തന്നെ കഴിവണം അതിനകത്തോട്ട്. എല്ലായിടത്തും ഓരോ. ഓ അതാ അതാര് വാങ്ങിച്ചത്? ചോറുണ്ട്, ഇന്നലത്തെ ബാക്കി പുളിശ്ശേരി, കിച്ചടി, വാള മീൻ കറി, അതിൻ്റെ പൊരിച്ചത്. അപ്പോൾ ഇതിന് കുറച്ച് കറി ഇന്നലത്തെ ബാലൻസ് ഉണ്ട്. അപ്പോൾ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തത് ഇല്ലാതെ നാളെ ചൂടാക്കി എടുക്കാമെന്ന് വിചാരിച്ചു. ഇന്ന് അത് എടുക്കുന്നില്ല, ഒരിക്കൽ ചൂടാക്കി പിന്നെ ഫ്രിഡ്ജ് വയ്ക്കാൻ പാടില്ലല്ലോ, അതുകൊണ്ട് അങ്ങനെ വെച്ചേക്കുവാണ്. അപ്പോൾ ഇനി ഇപ്പോൾ സമയം ഒരു 4:50 ഇപ്പോഴാണ് കഴിക്കുന്നത്. കുറച്ച് ലേറ്റായിപ്പോയി. കുറച്ച് പായസം ഇന്നലത്തെ കുടിച്ചു, 1/2 ഗ്ലാസ്. പിന്നെ അത്രയേ ഉള്ളൂ. അപ്പോൾ ഇവിടെ നല്ല മഴ വരുന്നുണ്ട്. തമിഴ്നാട്ടിലൊക്കെ നല്ല മഴയല്ലേ ഇപ്പോൾ, ന്യൂനമർദ്ദത്തിൻ്റെ ഇത്. അപ്പോൾ അതുകൊണ്ടായിരിക്കും ഇവിടെ നല്ല മഴക്കോളുണ്ട്, ഇരുട്ടി വരണുണ്ട്. അപ്പോൾ എന്തായാലും ഞാൻ ചോറ് കഴിക്കട്ടെ, കുറേ എഡിറ്റ് ചെയ്യാനൊക്കെ ഉണ്ട്. പിന്നെ വീട് ഫുൾ ഇരുട്ടുണ്ട്.